സകലതും ഇപ്പൊ തമ്മിൽ തല ധരിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. ഇനി പൃഥ്വിരാജിന്റെ ആ ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനത് സൂചിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൃഥ്വിരാജ് നടത്തിയിരുന്ന ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നു, പക്ഷേ തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ, അവർക്ക് നീതി ലഭിക്കുന്നുണ്ടോ, അത് ഞാൻ അന്വേഷിക്കും. എന്റെ വർക്ക് പ്ലേസ്, അദ്ദേഹം ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, തൊഴിലിടം എന്നുള്ള വാക്കാണ്, സെറ്റ് എന്നുള്ള വാക്കല്ല. സംഗതികളാകെ അവതാളത്തിലാണ് തോന്നുന്നത്. അപ്പൊ എന്റെ വർക്ക് പ്ലേസിൽ ഇത്തരത്തിൽ ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, അവിടെ സ്ത്രീ സുരക്ഷ ഒരുക്കുക എന്നുള്ളത് ഞാൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമാണ്. അമ്മ കൊടുത്ത വാക്കെന്തുവാ? അന്ന് അത് അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ലേ എന്റെ വാസുണ്ണി. അത് ചെയ്തതുകൊണ്ട് മാത്രം എന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. അതായത് അതിനും മുകളിലാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം. ഒരു തൊഴിലിടവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സമഗ്രമായിട്ടുള്ള തീരുമാനം ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം സംവിധായകനാണ് എന്ന് സിനിമ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന എല്ലാവർക്കും അറിവുള്ളതുമാണ്. എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നോക്കൂ, ഇത് ഒരുപക്ഷെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ സ്വഭാവമുള്ളതാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്? മറ്റുള്ളതിനൊന്നും ക്രിമിനൽ സ്വഭാവം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഏറ്റവും കൂടുതൽ. കാരണം ഒന്ന്, ഇതിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. രണ്ട്, ഇതിലൊരു ചതി അല്ലെങ്കിൽ വഞ്ചന ഒളിഞ്ഞിരിപ്പുണ്ട്. മൂന്ന്, ഇതിൽ ഒരാളിന്റെ അനുവാദമില്ലാതെ അയാളുടെ വസ്ത്രങ്ങൾ നീക്കം ചെയ്ത് നഗ്ന ചിത്രങ്ങൾ എടുത്തു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അടുത്തതായിട്ട് അത് ഇലക്ട്രോണിക് മാധ്യമം വഴി പ്രചരിപ്പിച്ചു എന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം അവർക്ക് തന്നെ അത് അയച്ചു കൊടുക്കുന്നു. അടുത്തത് അവരെ ഭീഷണിപ്പെടുത്തി, എക്സ്റ്റോർഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അടുത്തത് ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പണം അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നു, അത് തട്ടിയെടുത്തു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ഈ പറയുന്ന റേപ്പ് മറ്റുള്ള കാര്യങ്ങൾക്ക് പുറമെ ഈ വിഷയത്തിലുണ്ട്. അപ്പൊ അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ല. ഈ വിഷയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇത് ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഒരു പരാതി കൊടുക്കുന്നതല്ല. നേരെ മറിച്ച് ഇവിടെ ആദ്യം നടന്നിരിക്കുന്നത് പരാതി കൊടുക്കുക എന്നുള്ളതാണ്. ഏതായാലും നീ കുറച്ച് ദിവസത്തേക്ക് ഫോണൊന്നും നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു വർക്ക് പ്ലേസ് എന്ന് പറയുന്നതിന്റെ നിർവചനം എന്താണ്? നമ്മുടെ നാട്ടിലുള്ള വിവിധ കോടതികൾ പറഞ്ഞിട്ടുള്ള, നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ ഒരു ഡെഫിനിഷൻ വർക്ക് പ്ലേസ് എന്താണ് എന്നതിനെ പറ്റി പറയുന്നുണ്ട്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യുകയോ അതിന്റെ പേരിൽ താമസിക്കുകയോ ചെയ്യേണ്ടി വരുന്ന ഇടം പോലും തൊഴിലിടം എന്ന രീതിയിലാണ് പറഞ്ഞത്. കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ഹരാസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് വർക്ക് പ്ലേസിലുള്ള ഹരാസ്മെന്റ് എന്ന രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നയം. കോടതികളും പറഞ്ഞിട്ടുണ്ട്. എന്ത് തോന്നിവാസവും കാണിക്കാൻ മനുഷ്യന്മാർ ഒരുമിടുമ്പോ അത് തടയാനുള്ളവരാണ് നമ്മൾ. ഒരു നടി ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആരാണെന്ന് വെച്ചാൽ അവരെ വിളിക്കുന്നു. അവരുമായിട്ട് ചർച്ച നടത്തുന്നതിന് വേണ്ടി അവരെ വിളിച്ചു വരുത്തുന്നു. മറ്റുള്ള എല്ലാ താരങ്ങളും താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് അവരോട് ആവശ്യപ്പെടുന്നു. സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ നാനുണ്ടോ നിനക്ക്? അങ്ങനെ അവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള, നേരത്തെ പറഞ്ഞതുപോലെ കപ്പിത്താൻ എന്ന ചുമതലയിൽ ശ്രീ പൃഥ്വിരാജ് ഏറ്റവും ചുരുങ്ങിയതായിട്ട് ഉറപ്പുവരുത്തേണ്ടിയിരുന്നത് അവിടെ സ്ത്രീ സുരക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. നമ്മുടെ ചർച്ചയിലുള്ള പരാതിക്കാരി ഉൾപ്പെടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്ന് മൊഴിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നടക്കാനുള്ള സാധ്യത. അന്വേഷണം പുറത്തു മതി. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിട്ടിയാൽ അന്വേഷണം പുറത്തു വെച്ച് വേണോ, അകത്തു വെച്ച് വേണോ, എവിടെ വെച്ച് വേണം, എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. കേട്ടോ സാറേ? അപ്പോൾ ഹൈദരാബാദിൽ ഇങ്ങനെ ഒരു കാര്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പോലീസും ഇതുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണോ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർ, ഇവരിൽ നിന്നൊക്കെ തന്നെ മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുക. അങ്ങനെ പൃഥ്വിരാജിൽ നിന്ന് എടുത്തിട്ടുണ്ടോ, അതല്ല എങ്കിൽ അങ്ങനെ ഒരു നടപടി, അങ്ങനെ ഒരു അന്വേഷണം തന്റെ സിനിമയിൽ വന്നിരുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് തന്റെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ രപ്പൻ. അതായത് പൃഥ്വിരാജാണ് അതിന്റെ സംവിധായകൻ. അദ്ദേഹത്തിന്റെ അസോസിയേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞിരുന്നു. എന്റെ ജനസമ്മതി 7 ഇരട്ടിയാക്കിയിട്ട് വന്നിരിക്കുക ഞാൻ കഴുത. ഇനി ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നമുണ്ട് എന്നറിയുമ്പോൾ ശ്രീ പൃഥ്വിരാജ് നേരിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള നിയമപരിരക്ഷ ഉറപ്പുവരുത്താനായിട്ട് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആശ്വാസ വാക്ക് അവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ തന്നെ ചെയ്യേണ്ടതല്ലേ? ഏതൊരു സ്ത്രീയുടെയും മാനം എന്ന് പറയുന്നതിന് ഒരേ വില തന്നെയാണ്. അത് വില മതിക്കാനാവാത്ത വിലയാണ് അതിന്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്
സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ബോറൻ ആറ്റിറ്റ്യൂഡുകളിലൊന്നാണ് കോൺക്ലേവ് നടത്തുക എന്നുള്ളത്. സർക്കാരിന്റെ കാര്യം ഇവിടെ മുന്നിൽ പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. അതായത് ഇതിനകത്തെ ക്രിമിനൽസും ഇതിനകത്തെ കൺവിക്റ്റഡ് പേഴ്സൺസും കൾപ്രിറ്റ്സും എല്ലാം കൂടെ സർവൈവേഴ്സിനോടൊപ്പം വരുന്ന ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ക്രൈം ഒഫൻസുകളുടെ പേരിൽ ഒരു കോൺക്ലേവ് നടത്തപ്പെടുക. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തോളാം. അത് മതി. പോട്ടെ, ആ ബോറൻ ആഭാസ തരത്തെ നമ്മൾ കാണാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ ആ നയരൂപീകരണ സമിതിക്കകത്ത് ആരാണ് ശ്രീ അഭിലാഷയുള്ളത്? അവനാണ് നീ. ആ നയരൂപീകരണ സമിതിക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ മുകേഷാണ്. ശ്രീ മുകേഷിനെതിരായിട്ട് ഇന്നൊരു അലിഗേഷൻ ഉയർന്നു വരികയാണ്, ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട്. സത്യമായിട്ടും എന്റെ പൊന്നാശന്മാരെ, ഞാൻ മനസാ വാച കർമ്മണ അറിഞ്ഞൊരു കേസല്ല. അപ്പോ സംശയത്തിന്റെ ഷാഡോയിൽ നിൽക്കുന്ന, ഷെയ്ഡിയായി നിൽക്കുന്ന ശ്രീ മുകേഷിനെ പോലൊരാളെ നയരൂപീകരണ സമിതിക്കകത്ത് വെക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നയം വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അനാവൃതം ചെയ്യപ്പെടുകയാണ്. ഞാനൊരു നെക്സലേറ്റ് ആയി പോകുമെന്ന് സംശയമുണ്ട്. ഇവിടെ ഉച്ചനീചത്വം ഭയങ്കരമാണ്. സംസ്ഥാന സർക്കാർ നയം പറയുകയാണ്, ഈ വിഷയത്തിനകത്ത് ഞങ്ങൾ സർവൈവേഴ്സിനോടൊപ്പമല്ല, ഞങ്ങൾ വേട്ടക്കാരോടൊപ്പമാണ് എന്ന നയം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്റെ ചോദ്യം, പിന്നെ എന്തിനായിരുന്നു ഹേമ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. അപ്പൊ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ചർച്ച ചെയ്യാനും ചില ആളുകൾക്ക് പൊടുപ്പും തൊങ്ങലും വെച്ച് മസാല കഥകൾ പ്രചരിപ്പിക്കാനും. എനിക്കറിയാമോ, ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട് ദിവസം എത്രയായി? ലോകത്തെവിടെയെങ്കിലും കേട്ടോ? ആ ഇൻഡസ്ട്രിക്കകത്ത് ഒരു തെറ്റും ചെയ്യാത്ത സൂപ്പർ സ്റ്റാറുകൾ തൊട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരെയുള്ള മുഴുവൻ ആളുകൾ, ടെക്നിക്കൽ സൈഡിലുള്ള ജീവനക്കാർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രിയെ മുഴുവനായി മലീമസപ്പെട്ടു. എന്നതല്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തെ പ്രയോജനം എന്താണ്? ഇന്നൊരു പ്രധാനപ്പെട്ട നടൻ വലിയ പ്രതികരണവുമായിട്ടൊക്കെ വന്നു, നിങ്ങൾ എല്ലാവരും അതിനെ അഭിനന്ദിച്ചതായിട്ടൊക്കെ ഞാൻ കണ്ടു. ഈ പ്രധാനപ്പെട്ട നടനടക്കമുള്ള ആളുകൾ ലംബോർഗിനിയിലും പോർഷയിലും ഒക്കെ വന്നിറങ്ങുമ്പോ ചുമ്മാ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. എന്റെ കമ്പനിയിലെ ജീവനക്കാർ എങ്ങനെയൊക്കെ കഴിയുന്നെന്ന് ഞാൻ നോക്കണമല്ലോ. സ്ത്രീകൾ അടക്കമുള്ള പെൺകുട്ടികൾ അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി കുറ്റിക്കാട്ടിൽ പോകേണ്ടി വരുന്ന സാഹചര്യം വരെയുള്ള ഒരു ഇൻഡസ്ട്രിയായി മലയാള സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴൊന്നും നമ്മൾ ഈ താരങ്ങളുടെ ഒന്നും ഒരു പ്രതികരണവും നമ്മൾ കണ്ടിട്ടില്ല. ഇത് വല്ല ഇടങ്ങേറായല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെ കുറ്റിക്കാട്ടിൽ പോകേണ്ടി വരുന്ന കാരവാനിലിരിക്കുന്ന സൂപ്പർ സ്റ്റാറുകളെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. കുറ്റിക്കാട്ടിൽ പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വരുന്ന ഒരു വിഭാഗപ്പെട്ട മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ വീണ്ടും വീണ്ടും പരിഹസിക്കുകയല്ലേ ഈ സംസ്ഥാന സർക്കാർ നയത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.